എന്തിന്റെ കഴപ്പ്? നീ എന്തിനാ അഞ്ജലിയുടെ പിക്കൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത്? എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവളെ അച്ഛൻ വീട്ടിൽ നല്ല സീനാക്കിയിട്ടുണ്ട്. അവളാണെങ്കിൽ അവളെ കെട്ടാൻ പോണോനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യായിരിക്കും. അപ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് നീ ഉണ്ടാക്കണം. അവനെന്ത് കുഴപ്പം? അവൻ വേറൊരു സൈക്കോ. അപ്പൊ എനിക്ക് ഇതിൽ ഇനിയും സ്കോപ്പ് ഉണ്ടടി. സ്കോപ്പ് നിന്നെയൊക്കെ അടിക്കാൻ ആളില്ലാത്തോണ്ട് നീ എന്ത് തോന്നില്ല ഇങ്ങനെ. എടി ഞാൻ PSC ലിസ്റ്റിലൊക്കെ വന്നില്ലേ എന്നും പറഞ്ഞ് അവക്ക് എത്തി എന്നെ പ്രേമിച്ചാന്ത്. എനിക്ക് എന്തൊരു കുറവ്. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അളിയ ശക്തി അളിയ സാഹചര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമാണ്. നീ ഇപ്പൊ ഒന്ന് സ്ട്രോങ് ആയ അവൾ വളയും. ഞങ്ങളൊരു മതം അല്ലെങ്കിൽ ഞാനുള്ള വീട്ടിൽ പോയി ഞാൻ പെണ്ണി വെച്ചേനെ. അവക്കൊണ്ട് ഞാൻ മതം മാറിയാല. നീ മതം മാറിയിട്ട് എന്ത് ചെയ്യായി? എടാ അവളെ വീട്ടുകാർ അവളെ നിനക്ക് കെട്ടിച്ചിട്ടെങ്കിൽ നീ അവളെ ജാതി ആവണം. ഓ ജാതിയും മാറാം പറ്റൂലത്. അപ്പൊ എന്ത് ചെയ്യും? എടാ നീ ഇമോഷണലി വർക്കൗട്ട് ചെയ്യും. അവളെ വീട് എവിടെയാണ്? വീട് എനിക്കറിയാം. അവളെ കല്യാണം എന്നറിഞ്ഞ അന്ന് മുതൽ നീ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുവണ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഡാലയ നാളെ നമ്മളവളെ വീട്ടിൽ പോയിരിക്കും. വീട്ടിൽ പോയിട്ട് പെണ്ണിട്ടെ ഇത് പെണ്ണ മട്ടമ്മ ശക്തി ഇരിക്കടവും കൂടെ. എന്തൊരു തീരുമാനിച്ച് എന്തോന്ന്? നീ തൂങ്ങ ചാവണ അതോ വിഷം കഴിക്കണം? ചുമ്മാ ഇരുന്നാണമ്മ. എവള് പറയണ കണക്കുള്ള കുഴപ്പമൊന്നും അഖിലിനില്ല. ആര് പറഞ്ഞ കുഴപ്പമില്ലാത്തത്? അന്ന് ഇവിടെ വന്നപ്പോ ആ ചെറുക്കൻ എൻ്റെ അടുത്തൊന്നും മിണ്ടി പോലും ഇല്ല. അതിനവർ അമ്മയെ കാണാനല്ലല്ലേ വന്നത്? ഞാൻ അവളെ അമ്മൂമ്മയല്ലേ? അവൻ എൻ്റെ അടുത്ത് ഇത്തിരി മിണ്ടിയാ എന്തിനാണ് കുഴപ്പം? എന്നിട്ട് അവന് സ്ക്രീൻഷോട്ട് അയക്കണം പോലും. എനിക്കപ്പോഴേ തോന്നി അവൻ ടോക്സിക് ആണെന്ന്. എനിക്ക് ഇപ്പോഴും ഒരു കോള് വന്ന അമ്മ ചോദിക്കുമല്ലോ ആരെന്ന്. അപ്പൊ അമ്മയും ടോക്സിക് ആണോ? ഞാൻ ചോദിക്കും. എനിക്ക് നിന്നെ സംശയമുണ്ട്. ഇത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിക്കോട്ടമ്മ. ഈ അമ്മയാണ് ഈ പെണ്ണിനെ ഏളോ വെച്ച് കൊടുക്കുന്നത്. മക്കളെ, സുധയാണെങ്കിലും മുരളിയാണെങ്കിലും ശരി, രണ്ടിനും വെളിവൊന്നുമില്ല. ഓൾഡ് ജനറേഷൻ. എന്തായാലും മക്കളെ മിണ്ടാതിരിക്കണത്? കമ്മലിടാത്തെന്ത്? അയ്യോ, കാത് പഴുക്കണ വേദന. എന്നാ ഞാൻ എടുത്തോട്ടാ. അയ്യ, ആ ചെറുക്കന്റെ പേരെന്തിരെന്ന് ചേട്ടാ പറഞ്ഞത്? സുബൈറ? സുഹൈല്. മോനെ വിളിച്ച് പറയണോ? വേണ്ട, പറയണ്ട. അതിനവക്കൊന്നും ഇല്ലെന്നല്ലേ പറയണത്. പണ്ട് ഒരുത്തി ഈ വീട്ടിൽ ഇതുപോലെ പറഞ്ഞു തന്നെ. അന്ന് ഇവിടെ അച്ഛൻ വീട്ടിൽ പിടിച്ചപ്പോൾ അവക്ക് അങ്ങോട്ടൊന്നുമില്ലെന്ന്. എന്നിട്ട് എന്തരായി? അത് തേങ്ങ എങ്ങാണ്ടോ വീണതാണ്. മാമി കഴിച്ചാടി? ഇല്ല, ഇവിടെ ചുട്ടു വെച്ച് വിളിച്ചിട്ട് വന്നില്ല. മുരളിയണ്ണ, മോട്ടറിൽ ഫുൾ ടാങ്ക് വെള്ളം അടിച്ചിട്ടേണ. ഓടാ, നോക്കി ചെയ്യണേ. നല്ല വാവച്ചങ്ങനെ പറഞ്ഞെങ്കിലും അവളെ മേലൊരു കണ്ണോണം കേട്ടാ. എനിക്കാണെങ്കിൽ നിശ്ചയം എത്രയും പെട്ടെന്നൊന്നും നടന്നാൽ മതി എന്നാണ്. അതും കൂടെ അപ്പം പെണ്ണിനെ അങ്ങ് ഉറയ്ക്കും. താണ്ട ഇപ്പം രാവിലെ അഖിൽ വിളിച്ച് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ. കുഴപ്പമൊന്നുമില്ല. വേറൊന്നുമില്ല. എന്തോ ഒന്നുമില്ലാന്നോ? ഒന്നുമില്ലാതാണോ അവിടെ രാവിലെ വീട്ടിലൊക്കെ നിൽക്കുന്നേ? പറ, എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നേ? ശബ്ദോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ ഉണ്ട്. എവിടെ എങ്ങനെയാ ചില ശബ്ദങ്ങളൊക്കെ ഒട്ടും വയ്യേ. കേറി പോടി അവിടുന്ന്. എവിടെ പോണ്? അവിടെ ആള് നിൽക്കുകയാണ് പെയിന്റ് അടിക്കാൻ. അതുകൊണ്ട് തന്നെ പോണത്. പറഞ്ഞില്ലെങ്കിൽ മുരളി നട്ടുവെച്ച പയറെല്ലാം കൂടെ അവന്മാര് വലിച്ചു പറിച്ച് ദൂരെ കളയും.
ആ കാടൊക്കെ പറിച്ച് കളയിട്ട്. കയറി പൊടിയകത്ത്. അവൾ എന്നെ പഠിപ്പിക്കണം. ഡാർക്കാനി പഴയ ചുവരാണ്, ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നീ എൻ്റെ പോഴ്സ് ഒന്ന് കുറച്ചാണ്. ഞായറാഴ്ചയായിട്ടൊന്ന് പൊന്മുടി പോയിരുന്ന ഞാനാണ്. നീ കെഞ്ചി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നീ പണിക്ക് വന്നത്. അതുകൊണ്ട് നീ ആജ്ഞാപിക്കല്ലോ എൻ്റെ കൂടെ. ഉള്ളി റിക്വസ്റ്റ്, മനസ്സിലായാ? സാറേ അതിൻ്റെ പോഴ്സ് ഒന്ന് കുറച്ചാലും. മക്കളെ, പയറും വെണ്ടയൊക്കെ വെച്ചത് പോവാതെ ചെയ്യണേ. ഓ അമ്മ, അത് നമ്മൾ നോക്കിക്കോളാം അമ്മ. അയ്യോ, ഡാർക്ക ദാണ്ട ഒന്നും പോവാതെ ചെയ്യണേ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് അറിയാൻ ചെയ്യാൻ. ഞാൻ വിക്കമണിയുണ്ട വീട്ടിൽ വേറെ കൊണ്ട് കൂടെ വെള്ളം അടിച്ച് അവരെ കഞ്ഞിക്കലോ കട്ടി തെറുപ്പിച്ച് ഓർമ്മ ഉണ്ടല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ പ്രോയാണ്. ഞാൻ പറയുന്നത് അവര് നട്ടു വെച്ചേക്കണേ നശിപ്പിക്കും. അമ്മച്ചിക്ക് അടുത്ത കർഷകശ്രീ മേടിക്കാല്ലേ, പിന്നെ ആര് വെണ്ട വെച്ചല്ലേ ഒരു കർഷകശ്രീ ഉണ്ടാക്കി. അനി അമ്മച്ചി വീണടാ. അമ്മ എന്തിനു പറ്റി അമ്മ? എടാ വെള്ളം ഇറ. എടാ നോക്കിയോണ്ടിക്കാത്തി വെള്ളം ഇറ. എടുത്തു മാറ്റാ. ഇതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണം. മുരളിയണ്ണ, അമ്മച്ചി അവിടെ വീണണ്ണ, ഓടി വാണ മുരളിയണ്ണ. അണ്ണ ചെറിയ അവിടെ നാക്കിതാണ്. ചെറിയ അവിടെ ഇത് ഞായറാഴ്ച ചിക്കനൊക്കെ വെച്ച് തകർക്കാന്ന് തന്നെ. മാമി തളർന്നു വന്നു കേട്ടാ. നമ്മളിപ്പോ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഏതാ ചിത്രത്തില്? ഏജയില് കേട്ടാ. ഇപ്പൊ എങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം? വേണ്ട, നീ സുമയ മക്കളെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോ. അവിടെ വാവച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ, ഹലോ അണ്ണാ. എന്തരണ്ണ? മാമി തളർന്നു വേണമെന്ന്. സീരിയസ് എന്നാണ് തോന്നണ കേട്ടാ. മാമി എന്ന് പറയുമ്പോ വൈഫിന്റെ അമ്മേ. ഓ, അപ്പൊ ഇപ്പൊ വിളിച്ച മുരളി അണ്ണനാ? ഓ, അവർക്ക് മുമ്പ് ഒരിക്കൽ ഇതെനിക്ക് എന്തിനാ വന്നില്ലേ? ഇതിപ്പോ 3ാമത്തെ അറ്റാക്ക്. എൻ്റെ അടുത്ത് ആശുപത്രി ചെല്ലണ്ട, വീട്ടിലോട്ട് പോവാൻ. തന്നല്ലേ? ഇതിപ്പോ ചിക്കനൊക്കെ വേസ്റ്റ് ആവല്ലേ അണ്ണ? പെണ്ണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുവാടാ. അതെന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് ഹാർട്ട് ഇല്ലേ? ബോഡി എപ്പോൾ കൊണ്ടുവരും? അതെനിക്കെങ്ങനെ അറിയാം? എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്യണം, സാധനം എടുക്കണം. കാശുണ്ടാ? കാശ് ഒപ്പിക്കാം. അണ്ണാ നിങ്ങൾ മരിപ്പറിയ ആര്? ആടെ നമ്മളെ സാവിത്രി വെച്ച് മരിച്ചുപോയി. ഏത്? കടയിൽ മുരളേണ്ട അമ്മായിയമ്മേ തന്നെ. ഓ, എപ്പം? ആണ്ടെ ഇപ്പം. നിങ്ങൾ പെട്ടെന്ന് ഈ ട്യൂബൊക്കെ പറയി കൊണ്ടുവച്ച് കെട്ട്, അല്ലെങ്കിൽ ഇതും ആ പപ്പൂട്ടി കൊണ്ടുപോകും. പപ്പൂട്ടി എന്തിനു കൊണ്ടുപോണ? അവനൊക്കെ തോട്ടന്റെ അക്കരെ വരെയുള്ള മരിപ്പേ ഉള്ളൂ. ഇക്കരത്തെ മരിപ്പൊക്കെ എനിക്ക് തന്നെ. ആ കൊണ്ടുവച്ച് കെട്ടാൻ തന്നെ അറിയാം. നീ വണ്ടി ഇറേ, ഞാൻ എന്തിനാ വാടാ പോടാ. ഇപ്പോഴേ വേണം തരണ, വൈകിട്ട് കൊണ്ട് ചെടിയാ പോരെ? പറയാൻ പറ്റൂല. ആ പപ്പൂട്ടി കൊണ്ട് കെട്ടിക്കളഞ്ഞാല ഒന്നാമത് അവരെ ബന്ധുവാണ് അവൻ. ഓ, നമ്മളിവിടെ എത്തിച്ചു രാജേന്ദ്ര. എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. രാജേന്ദ്ര വീട്ടിലെത്തിയാ? ഞങ്ങളിവിടെ എത്തിയണ്ണ. ഞാൻ സുമക്കൊക്കെ എത്തി. ഓ, പിന്നെ വാവച്ച് വീട്ടിലുണ്ടല്ലോ. പിന്നെ അവളവിടെ പോവാൻ. ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യണേ റിസപ്ഷനിൽ. ആ പേഷ്യന്റ് മൊത്തം നനഞ്ഞിരിക്കണേ എന്നിട്ട്. അതാണ്ട് അമ്മച്ചി ദേഹം തളർന്ന് വീണപ്പോഴേ യവായി വെള്ളം കോരി കുടഞ്ഞത്. ഇങ്ങനെയും കുടയോ? ഞാൻ വിചാരിച്ച അവർ അറ്റാക്ക് വന്ന് കിണറ്റിലങ്ങണ്ട വീണെന്ന്. ജസ്റ്റ് എന്താടേ? അല്ല, മരിച്ചെന്നറിഞ്ഞ പിന്നെ ട്യൂബൊക്കെ വെച്ച് കിട്ടാനായിട്ട്. നാടവനെ ആരാടാ മരിച്ചെന്ന് പറഞ്ഞ? പഞ്ചഭാവി മരിച്ചില്ലേ? ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അണ്ണ ഇപ്പം വിളിച്ചാൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചെന്നാ. പോവാ പോവാണ്ട അങ്ങോട്ട്. ഇനി ഇന്ന് അടി കിട്ടും. ഇല്ല, അവൻ കോൾ എടുക്കട്ട്. ആ മുരളിയണ്ണ എപ്പോ? മരിച്ചടാ, മരിച്ചു.
ദാണ്ടേ ഇവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നു. അയ്യോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ആ അമ്മച്ചി കണ്ടാണല്ലോ. ആ ഇപ്പൊ മരിച്ചു. നിങ്ങളെ ഇതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വായിര്. ചേട്ടാ നമ്മൾ വേറെ എവിടെ കൊണ്ടുപോകും ചേട്ടാ? ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ. ഇതുവരെ ഇതൊന്നും സെറ്റായില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. മക്കളെ എന്നാ പിന്നെ എത്തിപ്പൂരം നിർത്തടാ. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പോയിരുന്നു വായിക്കോ? അണ്ണാ ഇപ്പൊ ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞേ? ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം. പോരെ? റെഡി 1 2 3 4. തോന്നയ്ക്കൽ ഐക്കുട്ടിക്കോണം അസംബ്ലി മുക്കിൽ മടത്തുവിളാകത്ത് വീട്ടിൽ സാവിത്രിയമ്മ 76 വയസ്സ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഡേ ഹൃദയാഘാതത്തിന്റെ ഘാ നീ അന്നത്തെ പോലെ സഖാവിന്റെ ഘാ വെക്കരുത്. സംഗീത ഘായാണേ. ഇതെന്തൊരു പറ്റിയേ? മരിച്ചു പോയത് മാമാ. എങ്ങനെ മരിച്ചെന്നാണ് ചോദിച്ചേ? അറ്റാക്ക് ആയിരുന്നു. നല്ല വെള്ളമടിയായിരുന്നല്ലേ? ആര്? സാവിത്രി അമ്മച്ചിയാ. അവരാണോ മരിച്ചത്? ഞാൻ വിചാരിച്ച മുരളിയാ മരിച്ചത്. ആ കൊഞ്ഞ ആ സ്ഥലത്തോടെ മാറിപ്പോയി ഇരിക്കും. കണ്ടും പുല്ലും കണ്ടുകൂടാതെ. ഹലോ അച്ഛാ. ആ മക്കൾ അറിഞ്ഞായിരുന്നാ? ഓ അച്ഛാ, രാജേന്ദ്ര ചിറ്റപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വരാൻ പറ്റുമോ? അച്ഛാ എൻ്റെ ജോബ് വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അത് പ്രോസസ്സിങ്ങിലാണ്. ആ അപ്പോൾ അത് കിട്ടാനായിട്ട് 2-3 ദിവസം കൂടെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഓ അമ്മ എങ്ങനെ ഇരിക്കണ അച്ഛാ? ആ അമ്മ ഞങ്ങൾ ആശുപത്രി നിൽക്കണേ മക്കളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. ഫോൺ അടിക്കുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. അഞ്ജലിയുടെ വീട്ടീന്നാ? എടുക്ക്. ഹലോ, തോന്നക്കലിന്നാണേ. അഞ്ജലിയുടെ അമ്മമ്മ മരിച്ചുപോയി. ആരെ? മാമി മരിച്ചത്. അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. ആര് മരിച്ചെന്ന്? ആരാണ്? മുരളി, അഞ്ജലിയുടെ അച്ഛൻ. അഞ്ജലിയുടെ അച്ഛൻ മരിച്ചെന്ന്. മുരളിയോ? അയ്യോ എന്തു പറ്റി? ആ ഫോണിങ് വന്നേ. എങ്ങനെയാ മരിച്ചത്? അറ്റാക്കായിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? മുരളിയാണ്. അന്നേരം മരിച്ചെന്ന് പറഞ്ഞത് ആരാ? മാമിയെ, അഞ്ജലിയുടെ അമ്മമ്മ. മുരളിയല്ല, അഞ്ജലിയുടെ അമ്മൂമ്മ മരിച്ചത്. അണ്ണാ 2 ചായ. എൻ്റെ കാശുണ്ടാടാ. എൻ്റെ കാശുണ്ടല്ലോ. പിന്നെ ആ നേഴ്സുണ്ടല്ലോ, അവരമ്മച്ചി എന്താ നനഞ്ഞിരിക്കുന്നു ചോദിച്ചപ്പം ഞാൻ ഒന്ന് പേടിച്ചു കേട്ടാ. നീ ആ വാട്ടർ സ്പ്രേ എടുത്ത് അടിച്ചുകൊണ്ടാണ് അവർക്ക് അറ്റാക്ക് വന്നെങ്കിലാ. നീ തന്നിട്ട് പറയണം. അവർ തളർന്ന് തരവിന് ശേഷമല്ലേ നമ്മളെടുത്ത് ചടിച്ചത്. നമ്മളല്ല, നീയാണ് അതെടുത്ത് വെച്ച് അടിച്ച. അവർ ചിലപ്പോൾ കാര്യത്തിൻ്റെ വീണതായിരിക്കും. നീ അതെടുത്ത് വെച്ച് അടിച്ചുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നത്. പറയാൻ പറ്റൂല. എന്നാലും ആ അമ്മച്ചിയുടെ ഒരു വിധി. നിന്റെ കൈ കൊണ്ടൊക്കെ ചാവണമെന്ന് പറഞ്ഞ സന്ദേഹേ. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ മാത്രമല്ലേ കണ്ടോളൂ. എൻ്റെ കാശ് വല്ലതും ഉണ്ടാ ഒന്നുകൂടി പോകാൻ വെച്ച. രാജേന്ദ്രനാണ് മറ്റേ ആറ്റിങ്ങ താമസിക്കുന്ന ബന്ധുക്കളില്ലേ നളിനി ലീലയൊക്കെ, അവരൊക്കെ നമ്പർ തിങ്ങെടുത്താണ്. ഞാൻ നാട്ടിൽ മരിപ്പൊന്ന് വിളിച്ചു പറയട്ടെ. അതൊക്കെ മുരളിയാണ് വിളിച്ച് പറഞ്ഞാണോടാ? എന്നാ ഞാൻ കൂടെ വിളിച്ച് പറയട്ടെണ്ണ. അവരൊക്കെ അറിയട്ടെ ഞാനാണ് ഇവിടെ ഇടിച്ചിരിക്കണേന്ന്. ആ അവരൊക്കെ ഓട്ടിപ്പോഴും നമ്മളെ വാർഡിലാണ്. എൻ്റെ അവർ നമ്പർ നില്ലടാ. അണ്ണാ നിങ്ങൾ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് നോക്കണ്ണ, നമ്പർ കാണും. ഞാൻ ഗ്രൂപ്പിലും കുഴപ്പമില്ലൊന്നുമില്ലടാ. എടാ കുമാര, ഓ കാറിലാണ് ആശുപത്രി കൊണ്ടുപോയത്. അവളെ കാറിലാണോ കൊണ്ടുപോയത്? ഉള്ള കാറിലാണ് അറ്റാക്ക് വന്നവളെ ആശുപത്രി കൊണ്ടുപോണത്. ഉണ്മയാണ് അവള് മരിച്ചത്. അതിപ്പോ എന്റെ അടുത്ത് വെച്ചാൽ അങ്ങനെ ആംബുലൻസ് വിളിച്ച് വിട്ടിരുന്നെങ്കിൽ അവള് രക്ഷപ്പെട്ടു പോയത്. അവള് മരിച്ചു പോകാൻ വല്ലതും ആയാ? പരമ കഷ്ടം തന്നെ അവളെ കാര്യം. നിങ്ങളടുത്ത് മിണ്ടൂലാണ് അങ്ങേരി. നമ്മളെയൊന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ. കറാൻകുട്ടി കിളവൻ തന്നെയല്ലേ ഇത്. അമ്മ വെച്ച ആശുപത്രി പോണില്ലേന്ന്. ഓ താ പോണം മക്കളെ. ഓ അണ്ണൻ ചെല്ലണ്ണ, ഇവിടെ ഞാൻ ഉണ്ടല്ലേ. ആ പിന്നെ ബോഡി എപ്പോൾ എടുക്കാന്ന്? ദൂരം ഒന്നും ആരും വരാനില്ലല്ലേ. മുരളിയൻ്റെ മോന് വരാൻ പറ്റുള്ളൂ വിളിച്ചു പറഞ്ഞ. എന്നാ പിന്നെ നമുക്ക് 2 മണിക്ക് എടുത്തൂടെ? അത് എടുക്കണ കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കരയോക്കാർ വരട്ടാദ്യം. അതെന്ത് കരയോൻ തീരുമാനിച്ചാലേ പറ്റുള്ള? ബാത്റൂം തീരുമാനിച്ചാൽ തൊക്കൂലേ. ബോഡി ഇപ്പം എത്തും. സകല ബന്ധുക്കളും അപ്പുറം കിടക്കണവർ. പിന്നെ വെച്ച് താമസിപ്പിക്കണതിന് രാജേന്ദ്രണ്ണ നമുക്ക് 2 മണിക്ക് തന്നെ എടുക്കാം.
കലയാൻ ചോദിക്കണമെങ്കിൽ വാർഡ് മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇനി നിശ്ചയം മുടങ്ങുമല്ലോ. എന്നാലും ഈ സമയത്ത് നീ വേഗം റെഡിയാകാൻ നോക്ക്, സമയം പോകുന്നു. എങ്ങോട്ട് പോവാനാ? മരണത്തിന് പോകണ്ടായോ? അയ്യോ, നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം എടുക്കാനിരിക്കുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ മരണത്തിന്റെ ഒരു കാര്യമായിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. എന്നാര് പറഞ്ഞു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് മരിച്ചത് തന്നെ ശരിയായില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? എന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കണം. എന്തോന്ന്? ഈ കല്യാണത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ചേട്ടന് വിശ്വാസമുള്ള ഒരാളുണ്ടല്ലോ, സന്തോഷ് ജോത്സ്യര്. വിളിച്ചു നോക്ക്, വിളിക്കേ. നിന്ന് നിലയ്ക്ക് വരാൻ പറഞ്ഞ എങ്ങനെയെന്നാ? കൊച്ചു കിടക്കണ്, ചെറുക്കനാണെങ്കിൽ ഇവിടെ മൊത്തം തൂറി വെച്ചേക്കണ്. അതെന്തോന്ന് പറച്ചില്ലേ? നീ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ബ്ലോക്ക് മെമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 കൈയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കിട്ടണ കല്യാണത്തിന് മരിപ്പിനൊക്കെ വന്ന് ഇടിച്ച് നിന്ന് അടുത്ത ഇലക്ഷന് 10 വോട്ട് കിട്ടും. അല്ലാതെ ഇവിടെ വികസനം ഉണ്ടായി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരുത്തനും വന്ന് കുത്താൻ പോണില്ല. എനിക്ക് ഈ പിള്ളേരെ ഇട്ടിട്ട് നിന്ന് നിപ്പി വരാൻ പറഞ്ഞാൽ പറ്റിയൊന്നുമില്ല. ഓ, എന്നാ നീ അടുക്കളയിൽ തന്നെ ഇരുന്നോ. അനിതേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് ഈ സംഭരണമൊക്കെ തന്നെ നിങ്ങളെ പിടിച്ച് മെമ്പർ ആക്കിയിരിക്കുന്നത്. എന്നാ സഖാ ഒരു കാര്യം ചെയ്യും, എന്റെ അടുക്കളയിൽ വന്ന് കഞ്ഞി വെച്ചതാ. കൊച്ചുങ്ങളെ കാര്യം നോക്ക്, ഞാൻ അവിടെ വന്ന് ഇടിച്ചു നിൽക്കാം. ഇവിടുത്തെ പണി ഒതുക്കി കൊച്ചുങ്ങളെ അപ്പുറത്തെ ആക്കാതെ എനിക്ക് വരാൻ പറ്റൂല. ഓ, നീ എന്തരാ ചെയ്യും? ഇത് എന്തൊരു പെണ്ണിത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു തരാവോ? ചേച്ചി, അത് ഇന്ന് 12:40 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ചേച്ചി. അതുവരെ മീനരാശിയാ. ഓ ഓ ഓ, അങ്ങനെ ചെയ്യാം. ഇവിടെ മരിച്ചടാ. ആരടാ? അതല്ലടാ ഞാൻ ചോദിച്ചത്. അണ്ണ ഇവിടെ ആര് മരിച്ചത്? ആണ്ടാ അവിടത്തെ അമ്മച്ചിയടാ. ഓ, അവക്കൊരു അമ്മൂമ്മയുണ്ട്, അവരായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനാ? ഇത് മരണ വീടാണ്, ആർക്ക് വേണോ കുറെ ആരും ശ്രദ്ധിക്കൂല. നീ വാങ്ങട്ടെ, ഞാൻ ഇല്ലേ നിന്റെ ഇവിടെ. ഇവിടെ കയറിട്ട് എന്തിനാണ്? അതെന്തൊരു തട്ട്. എന്റെ അളിയ, നീ ആദ്യം അവളെ ആ വീട്ടിൽ കയറിയിട്ട് നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. എടാ, നീ കര അവളെ ഫ്രണ്ടിൽ കിടന്ന് കാള കരയും പോലെ കര നീ. എടാ, ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആണൊരുത്ത് ഇങ്ങനെ കരയുമ്പോൾ അവള് ഇമോഷണലി നീ ആയിട്ട് കണക്ട് ആവൂടാ. അവൾ അമ്മൂമ്മ മരിച്ചിരിക്കുമ്പോ മരിച്ചിരിക്കില്ല, മരിച്ച് കിടക്കായിരിക്കും. ഫൺ, കൾട്ട് ഫൺ. അഞ്ജലിയുടെ അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണേ. നീ പെട്ടെന്ന് കയറിപ്പോ. നീ കണ്ടല്ലേ? എനിക്ക് അതെന്ത്? എടാ, ഈ മരിപ്പ് വീട്ടിലെ ഈ ആൾക്കാർ കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോവും. നീ പോയിട്ടോ? ഒറ്റയ്ക്കാ? എടാ, ഞാൻ ഇവിടെ ഇല്ലേ, നീ പോയി വളയാളിയാ അവളാ. തീർക്കടാവും കൂടാ. രതീഷേ, നീ മുരളിയെന്നെ വിളിച്ചിട്ട് ഏത് ഭാഗത്താണ് നടക്കണേന്ന് പോയി. അത് ചോദിക്കാതിരിക്കണേ, അടക്കേ മുരളി അടക്കണം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. വൈരവാ, നീ ഇവിടെ വെട്ടി ഒരുക്ക ആളെ വിടുന്നുണ്ട്. എവിടാ? എടാ, ഞാൻ ഒരു ബംഗാളി അങ്ങോട്ട് അയച്ചടാ. അവ എത്തിക്കാണോല്, നീ നോക്കിയാണ്. അണ്ണാ, ഇതുകൊണ്ട് ഒരുത്ത അവിടെ നിന്ന് കറങ്ങണണ്ട. ആരാ? ആ അക്കരെ ഒരു മരിപ്പ് വീട്ടില്ലേ ഇതുപോലെ ഒരുത്തത് നിന്ന് കറങ്ങിയാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പുടിയുടെ ജനറേറ്റർ ഓടിച്ചോണ്ട് പോയി. എന്താ അവിടെ നിന്ന് കറങ്ങണ? നീ എവിടെ ഉള്ള? നീ ഇവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ? നീ ബൈരം വായിച്ച ആളല്ലേ? ആരുടെ? അണ്ണാ, ഇത് കണ്ട് ഇവിടെ വെട്ടി ഒരുക്കാനായിട്ടേ ബൈരം വായിച്ച ബംഗാളി. അത് ശരി. ജനറേറ്ററിന്റെ അടുത്ത് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു. അല്ല, നിന്റെ മമ്മട്ടി വെട്ടോത്തിയും തന്നയിച്ചില്ലേ? മമ്മട്ടി വെട്ടോത്തി നെഹി. ആ, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നടന്നു എടുക്കാം. വാ, വാടാ. അങ്ങോട്ടല്ല, അവിടെ ആ സൈഡില്. നിനക്കൊരു മന്ദത എന്ത്? നിനക്ക് ഇവിടെ പോടാ അങ്ങോട്ട്. ഇത് എന്തൊരു ബംഗാളിയാണോ ഇത്? ഇവിടെയാടാ, ഇവിടെ ഇറങ്ങ. ഇറങ്ങ്. ദാ ഇവിടെ നിന്ന് ആ മൂല വരെ ചെത്തി വൃത്തിയാക്കിയിട്. ഇവന്റെ അടുത്ത് മലയാളത്തിൽ തൂ ഏ കാം കരോ, ഉസ് സൈഡ് പൂരാ ക്ലീൻ കരോ, ബോഡി ദഹിപ്പിക്കാൻ. ഹേ, ജൽദി താഴെ. ഓ, അവനെ കൊണ്ട് കൂടെ മുറിപ്പിക്കണം. അത് മുറിക്കണ എന്തിന്? അല്ലെങ്കിൽ ബോഡി ഒത്തും. ഒരു കത്തലുമില്ല, അതൊക്കെ ദൂരയിലേക്കണത്. ആ പറ്റി നാട്ടിന് തോല് വെട്ടിക്കാൻ. കള്ള കേണവായി. തൂ കാം കരോടാ, ജൽദി. പോയി പോയി, തോലൊന്നുമില്ല. നിന്റെ വീട്ടിൽ എന്തേടി കൊട്ടും ബഹളമൊക്കെ? തൊട്ടിപ്പുറത്ത് മരിപ്പ് വീടായിട്ട്. ആ ചെറുക്കൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഞാൻ എന്ത് ചെയ്യട്ട്? ഹോ, അടുത്ത ഞായറാഴ്ച നിശ്ചയം നടത്തായിരുന്ന വീടാണിത്. സത്യം, അന്നേരം തന്നെ ഇത് വന്നല്ലെന്നാണ്. നല്ല മരണമല്ലേ, നിന്ന നിപ്പി വീണങ്ങ് തീർന്നു.
കിടന്നു പോയാലല്ലേ പാട്. അത് പിന്നെ സാവിത്രി ചേച്ചിക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പഞ്ചപാവല്ലായിരുന്ന ചേച്ചി. ഇന്നത് വരെ ആരെടുത്തും ഒരു മുഷിച്ചില്ല, ഇച്ചു പോന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്തും. അത് ഞങ്ങളും ഇവരുമായിട്ട് കേസ് നടക്കുന്ന സമയത്ത് സാവിത്രിമാമി കണ്ടാൻ മിണ്ടുകയും ചെയ്യും. ചക്കയൊക്കെ ഉള്ള സമയത്ത് അടുത്തോണ്ട് പോടി നിൻ്റെ കൂടെ പറയുകയും ചെയ്യും. അവരെ കാര്യമായോണ്ട് ഞാൻ കയറി വന്ന്. മക്കൾക്ക് രണ്ടുപേർക്കും ആ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. തള്ളയെത്തിട്ട് നേരെ ഒന്നും കരയണ പോലുമില്ല. ആ കേസ് പിന്നെ എന്തരായടി? കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വഴി കിട്ടുകയും ചെയ്ത്. പക്ഷെ ഇപ്പോഴും നടന്നേ വീട്ടിൽ ഇറങ്ങാൻ പറ്റൂ. ഒരു സൈക്കിൾ പോലും പോകില്ല. ഏടി, അവരവരെ പെരേടത്തിൽ കൂടെ നിനക്ക് വഴി തന്നതും പോരാ, ഇനി ലോറി പോണ വഴി വേണോ? നീ മനഃപൂർവ്വമല്ല നിന്റെ വീടിന്റെ പുറവശത്തെ വഴി കെട്ടി അടച്ചിട്ട് കേസിന് പോയത്. എനിക്ക് കാര്യമായിപ്പോയി. കാലങ്ങളായിട്ട് ഞങ്ങൾ നടക്കണ വഴി ഞങ്ങൾക്ക് കിട്ടാനുള്ള തന്നെ. അത് ഞങ്ങളുടെ അവകാശം തന്നെ. ഓ, നീ പിന്നെ ഒരു മജിസ്ട്രേറ്റ്. മരിപ്പ് വീടാണ് മിണ്ടാരി അവിടെ. പക്ഷെ ഇതിപ്പോ എന്തരായാലും നിന്റെ വഴിയുടെ തലയ്ക്കെ കൊണ്ടിട്ടാണല്ലോ സാവിത്രി വെച്ച് കത്തിക്കാൻ പോണത്. എവിടെ? ദോ അവിടെ ചെന്ന് നോക്ക്, ഒരുത്തൻ നിന്ന് വെട്ടി വൃത്തിയാക്കണത്. എന്നാലും അവരെ പെരത്തിട്ടാകുമ്പം അവരെ പെരേടത്തിൽ തന്നെങ്കിൽ നമുക്കുള്ള വഴിയിൽ ചേർത്തിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. വേറെ എന്തുമാത്രം പെരേടം കിടക്കണം അവക്കൊക്കെ. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റൂലെന്ന്. ദാണ്ടേ രാത്രി അതുവഴി ഇറങ്ങി വരുമ്പോ സാവിത്രിമാമി ബേന്ന് പറഞ്ഞോണ്ട് നിൽക്കും, ചുണ്ണാമ്പ് ചോദിച്ചോണ്ട്. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയണ, അതാ ഞാൻ പോയി പറയണ. അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെ ഇല്ലേ? അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ്? അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊക്കെ അവിടെ നിന്ന് മാറ്റി കൊടുത്താ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ ആ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം. ഞാൻ ആംബുലൻസ് കൂടെ വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇതിന്റെ അടിമൊത്തം പാറയടാ. എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. ശരിക്കും ഈ പണിയേണ്ട വന്നാ ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു. വീണതൊക്കെ കാണണം, ഏസ്തറ്റിക്ക്. ഇവളാണ് അളിയ എൻ്റെ പെണ്ണ്. ഡേ ആരൊക്കെ വന്നടേ, ഞാൻ അങ്ങോട്ട് നിൽക്കാവേ. നീ എന്തായാലും ഇവിടെ പണി, ഞാൻ പോയി അവളെ കളച്ചിട്ട് വരാം. ബംഗാളെ ഇവിടെ വേണ്ട, നീയേ ദോ ആ മൂല പോയി, ദോ ഓ മൂലമേ പോയി കാം കരോടാ. ആ മൂല നീ പറഞ്ഞുട്ടാ അത് കന്നിമൂലയാണ്. പേരേടത്തിന് എന്തോന്ന് കന്നിമൂല? അറിഞ്ഞൂടെ ഈ സംസാരിക്കാൻ പോവൻ. പേരേടത്തിന് കന്നിമൂല ഇല്ലെന്ന് മാമ മരിച്ച ഞങ്ങളെ സഹോദരി എന്നെ സമ്മതിച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി ഉടക്കാൻ നിൽക്കല്ലേ. പോടാ കന്നിമൂല. കന്നിമൂലയാ, പോടാ ഇറക്കാം ജൽദി തര തരിക്ക്. മാമ നിങ്ങൾ പോയി. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ, പക്ഷെ നിനക്കൊന്നും വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റമുണ്ട് അഞ്ജലി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല നീ ഇപ്പോൾ. ചേട്ടാ, ഇവിടെ എൻ്റെ അമ്മയാണ് മരിച്ചത്. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കിപ്പോൾ കിടന്ന് അടികൂടാനൊന്നും വയ്യ. ഞാൻ അടികൂടാൻ വന്നോ? എന്തായാലും ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആളെയല്ല നീ ഇപ്പോൾ. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ബാൻഡ് മേളോ? അഞ്ജലി, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടില്. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ? അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ വായിക്കും. ഇത് എൻ്റെ വെടിക്കെട്ടുണ്ട്. എന്ത്? അത് അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ പ്രാക്ടീസ് ചെയ്യണയാണ്. നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? ചേട്ടാ ഇവിടെ എന്നെ വിളിക്കണം, ഞാൻ വെച്ചോട്ടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. നിക്ക് നീ ഇപ്പൊ തന്നെ എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചേക്കണം, മനസ്സിലായോ? ഓ